Assalamualaikum, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മെയിൻ ആയിട്ട് വീഡിയോസ് ഒന്നുമില്ല. ചെറിയൊരു കേക്കിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടാവും. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള വീഡിയോ നാളാണ്. ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നത്തതും നാളത്തും കൂടിയുള്ള ഒരു ചെറിയ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്ലോഡ് ആക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റത്തെ വ്ളോഗാണ് ഇത്. വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്ന് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കേക്കിലേക്ക് ആവശ്യമായ ഫ്ലോർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് 3 തവണ അരിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ലേശം വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ പൊടിക്കാത്തതാണ് ആഡ് ചെയ്യുന്നത്. പൊടിക്കാത്ത ഇടയാണെങ്കിൽ നല്ലോണം ബീറ്റ് ചെയ്യണം. പൊടിച്ചതാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ 2 തവണ ആയിട്ട് ആഡ് ചെയ്ത് അടിക്കുകയാണ്. പിന്നെ അത് നല്ലോണം മിക്സ് ആയതിനു ശേഷം നേരത്തെ അരിച്ചു വെച്ച മൈദയിലേക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ 2 തവണ ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പാലും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഇനി ബാക്കി ക്ലീനിങ് ആണ് മെയിൻ. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മറുഭാഗത്ത് കൊട്ട കണക്കിന് പാത്രം നിറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ആദ്യം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് കിച്ചണിൽ കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നാളത്തെ പ്രോഗ്രാമിനെ കൂടിയും കൂട്ടിയിട്ടുള്ള വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ ഇത് എനിക്ക് തോന്നുക കുറച്ച് ലെങ്ത് കൂടുന്നു. അപ്പോൾ അത് വേറെ ഇതായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ബേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് ബാക്കിയൊക്കെ ക്ലീനിങ് നടക്കുകയാണ്. 1/2 kg വരുന്ന ഒരു കേക്ക് എനിക്ക് ഓർഡർ വന്നിരുന്നത്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടക്കം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മളുടെ ബേക്ക് ആയിരുന്നു. നമ്മളെ സ്പോഞ്ച് കേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഒരു കോലിട്ട് കുത്തിയപ്പോൾ അവിടെ നൊട്ടി പിടിക്കുന്നില്ല. അപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ രാത്രിയിലേക്ക് കുറച്ച് ചെമ്മീനൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ടേന് ബാക്കി വേണമൊക്കെ ഉമ്മ ചെയ്തോളൂ. അപ്പോൾ ഒന്ന് ചെമ്മീൻ കട്ട് ചെയ്ത് കൊടുക്കാൻ വെച്ച് ചെമ്മീൻ്റെ തോയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ ബാക്കി ഉമ്മ ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് ഉമ്മ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലൊന്നും എനിക്ക് പിന്നെ ഇടപെടാൻ കഴിയില്ല. കേക്കിൻ്റെ ക്രം കോട്ട് ചെയ്യണം, ക്രീം അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയാൽ പിന്നെ വേറെ ഒന്നിനും കഴിയില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കായം തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പണിയൊക്കെ ഉമ്മ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കായം തേച്ച് വെച്ച് പിന്നെ ഞാൻ കേക്കിൻ്റെ പണിയിലേക്ക് പോയി. പിന്നെ എന്നെ കിട്ടില്ല. കാരണം കേക്കിൻ്റെ പണി അത് കഴിയുന്നത് വരെ ഒന്നും സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കേക്കിൻ്റെ പണിയിലേക്ക് പിന്നെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. വിപ്പിംഗ് ക്രീം ഇട്ടു. പിന്നെ മിൽക്ക് മേഡും കുറച്ച് ഒഴിച്ചു കൊടുത്തത് നല്ലോണം ലെവലാക്കിയതിന് ശേഷം 2ാമത്തെ ലെയറും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 3ാമത്തതും ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തിട്ട് അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെയും ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് മോം ടു ബിയിലേക്കുള്ള കേക്കിന് കേട്ടോ. അപ്പോൾ കളറൊക്കെ അങ്ങനെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ആക്കുന്നത്. പിന്നെ മോം ടു ബിയിലേക്കുള്ളൊരു കേക്കിനുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് മതി, വലിയ ആർഭാടമൊന്നും വേണ്ട, എത്രത്തോളം സിമ്പിളാക്കായോ അത്രത്തോളം സിമ്പിളാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.